ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഷോർട്സ് ഇടാറുണ്ട്, പക്ഷേ ലോങ് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു നമ്മുടെ ഈ ഒരു SR ഫാഷൻ്റെ വരവിനെക്കുറിച്ച്, SR ഫാഷൻ എന്ന ഈ ഒരു ചാനലിൻ്റെ ആ ഒരു ജേണീനെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു SR ഫാഷൻ എന്നുള്ളൊരു ക്ലോത്തിങ് സ്റ്റോർ പോലെ ഇങ്ങനൊരു നെയിം ഇടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നൈറ്റി മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ ഒരു 2019 കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സമയത്താണ് നമ്മളിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഹോൾസെയിൽ കടയിൽ നിന്നും മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ യൂട്യൂബ് നോക്കിയിട്ടാണ് നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ മോഡൽ ഓരോരുത്തർ പറയുമ്പോഴും നമ്മൾ ആ മോഡൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ഫ്രോക്കൊന്നും ചെയ്യാൻ അന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റി മാത്രമാണ്, പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അത് വളർന്ന് 1-2 കൊല്ലം അതങ്ങനെ പോയി. അതിന് ശേഷം പിന്നെ അതൊന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീട് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് 10 പീസ് തുണി എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സമയത്തും നമുക്ക് നമ്മുടെ അടുത്തു നിന്ന് ആദ്യം വാങ്ങിച്ചവരൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങി എന്നറിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ആ ഒരു എടുക്കുന്ന മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ പോകാൻ തുടങ്ങി. കൂടുതൽ പീസൊന്നും എടുക്കാറില്ല, വെറും 10 പീസ് അങ്ങനെ കൊണ്ടുവരാറുള്ളൂ. അങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സമയത്തായിരുന്നു ഫ്രോക്ക് നൈറ്റീനെ കുറിച്ച് അറിയുന്നതും ഫ്രോക്ക് നൈറ്റി പിന്നീട് ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതൊക്കെ ആ ഒരു സമയത്താണ്. ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ SR ഫാഷൻ എന്നൊരു ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബിൽ ഫ്രോക്ക് നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫ്രോക്ക് നൈറ്റീൻ്റെയൊക്കെ ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ചാനൽ തുടങ്ങാനുള്ളൊരു കാരണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ആ ഒരു നൈറ്റീസും ഫ്രോക്ക് നൈറ്റീസൊക്കെ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് ഫോണിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ചാനലായിട്ട് തുടങ്ങി അതിലങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്ന് കരുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് അറിയുന്നില്ലായിരുന്നു ചാനലിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, ഷോർട്സ് ഇട്ട് കൊടുക്കണം, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങൾ വീഡിയോസായിട്ടൊക്കെ ഷോർട്സായിട്ടൊക്കെ ചെയ്ത് പോകാറുണ്ട്. അതും അന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഫോണ് പിടിച്ചിട്ട് വീഡിയോസ് എടുക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. നമ്മുടെ അടുത്ത് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മക്കളൊക്കെ പിടിച്ച് തന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത് എങ്ങനെ പിടിക്കണം എന്ന് പോലും അറിയാത്ത എടുത്തിട്ടുള്ള വീഡിയോസാണ്. കണ്ടു നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോഴും ആ ഒരു വീഡിയോസൊക്കെ കിടപ്പുണ്ട്. ആ ഒരു ടൈമിലാണ് നമുക്ക് നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും എങ്ങനെയാണ് നമുക്ക് കൊറിയർ ചെയ്ത് അയക്കേണ്ടതെന്നോ അതുപോലെ ഒരു ഓർഡർ എങ്ങനെയാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡർ നമുക്ക് ക്യാൻസലായി പോയിട്ടുണ്ട്. ചെറിയ പ്രതിസന്ധികളൊക്കെ വന്ന സമയത്ത് നിർത്തി വെക്കേണ്ടി വന്നെങ്കിലും ഇപ്പോഴും നമ്മൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.